തേന്മാവിൻ കൊമ്പത്ത് നാളെ മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. പ്രിയനാണോ നിന്നോട് ഈ ക്രൂരത കാണിച്ചത്? അയ്യോ, ഒരിക്കലും ഡോക്ടർ, അദ്ദേഹം അങ്ങനെ ഒരാളെ അല്ല. ഞാൻ ഈ അമ്പലത്തിൽ വേണമെങ്കിലും വന്ന് സത്യം ചെയ്യാം. എനിക്ക് സംഭവിച്ച അതിക്രമത്തിൽ പ്രിയൻ ചേട്ടന് ഒരു പങ്കുമില്ല. ഞാൻ പോലും അറിയാത്ത ആരും എന്നോട് ചെയ്ത് ചതയത്. ദൈവം എന്തിനാണാവോ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഇതിലും ഭേദം എന്നെ കൊല്ലുന്നായിരുന്നു. പാർവതി, സ്റ്റോപ്പ് ഇറ്റ്. നിർത്ത്. പാർവതി, ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കുക, നീയും പ്രിയനും തമ്മില് ഒരു റിലേഷനും ഉണ്ടായിട്ടില്ലേ? ഈശ്വര, നീ പ്രിയനെ സംരക്ഷിക്കാൻ വേണ്ടി ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയാണെന്നാ ഞാൻ കരുതിയത്. ഞാൻ പറഞ്ഞ സത്യ. പ്രിയനാണ് നിന്റെ കുഞ്ഞിന്റെ അച്ഛനെങ്കിൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. അതാരാണെന്ന് നിനക്ക് അറിയില്ലെന്ന് പറഞ്ഞ നിന്റെ ജീവിതം തന്നെ നശിച്ചു പോവും. ഇതിലും കൂടുതൽ ഇനി എന്ത് നാശം സംഭവിക്കാനാ ഡോക്ടർ? ഞാൻ ജീവച്ചോട്ടാ കഴിയുന്നത്. നിന്നെ പ്രിയം പറ്റിച്ചു എന്നാ എനിക്ക് തോന്നുന്നേ. അയ്യോ അല്ല, എന്റെ സമ്മതമില്ലാതെ എന്റെ ദേഹത്ത് അദ്ദേഹം തൊടുപോലും ഇല്ല. പിന്നെ ആരാ നിന്നെ ഈ അവസ്ഥയിലാക്കിയത്? കൈലാഷാണോ? അയാൾക്ക് നിന്നോട് കുറച്ച് കൂടുതൽ അടുപ്പമുള്ളതുപോലെ തോന്നി. അയാളായിരിക്കോ നിന്നോട് ഈ ക്രൂരത കാണിച്ചത്? അയ്യോ ഈശ്വര, ഞാൻ കാരണം എനിക്ക് ചുറ്റുള്ളവർക്കൊക്കെ ചീത്തപ്പേര് കേൾക്കാണല്ലോ. അദ്ദേഹം എനിക്ക് ദൈവത്തെ പോലെ ഡോക്ടർ. എന്റെ അടുത്ത് ഒരുപാട് രോഗികള് പല പ്രശ്നങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ലെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി വരുന്നത്. നിന്റെ ഈ അവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത്. ഞാൻ വീണ്ടും ചോദിക്കുന്നതില് നിനക്ക് വിഷമമൊന്നും തോന്നരുത്. നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ലേ? ഞാൻ ഗർഭിണിയാണെന്ന് എന്നോട് പറഞ്ഞപ്പോ ഡോക്ടറിനെ അമ്മയുടെ സ്ഥാനത്ത് കാണാൻ എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഡോക്ടർ അത് വെറുതെ പറഞ്ഞാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഡോക്ടറിനെ ആ സ്ഥാനത്ത് കണ്ടിട്ട് തന്നെയാ പറയുന്നത്. ഞാൻ അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതിന് ഉത്തരവാദി ആരാത് എനിക്കറിയില്ല. ഞാൻ പറയുന്ന നീ ശ്രദ്ധിച്ചു കേൾക്കണം. നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്ന് നീ കണ്ടുപിടിക്കണം. സമയമെടുത്ത് നല്ല പോലെ ആലോചിക്കും. പ്രിയനെയും കൈലാഷിനെ അടക്കം നിനക്ക് ചുറ്റുമുള്ള എല്ലാവരെയും നീ സംശയിക്കണം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. നീ പോലും അറിയാതെയാ നിനക്കിത് സംഭവിച്ചത്. നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആരാണെന്ന് നീ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചു കഴിഞ്ഞു. കൈലാഷ് എന്ത് കണ്ടുപിടിച്ചു എന്നാ പറയുന്നത്? പാർവതിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാനാണ് ഡോക്ടർ. എന്തെങ്കിലും നോക്കുന്ന കമ്പനിയിൽ പാർവതിക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്താനായിരുന്നു. എല്ലാ ദിവസവും ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് കഴിച്ചുകൊണ്ടാ പാർവതിക്ക് ഈ അവസ്ഥ ഉണ്ടായെന്നാ എനിക്ക് തോന്നുന്നത്. ഇനി മുതല് പാർവതിയുടെ കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം മാഡം. ഇനി മുതൽ നീ സൂക്ഷിക്കണം. ഭാരിച്ച ജോലികളൊന്നും നീ ചെയ്യരുത്. പടികൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സൂക്ഷിക്കണം. ഇനിയും തലയിറക്കം ഉണ്ടാവാം. പരമാവധി നല്ല ഭക്ഷണം തന്നെ കഴിക്കണം. മനസ്സിലായോ? അതെല്ലാം ഞാൻ നോക്കിക്കോളാം ഡോക്ടർ. പാർവതി, ഇനി മുതൽ നീ സൈക്കിൾ ചവിട്ടുന്നത് നിർത്തണം. ഞാൻ കമ്പനിയിൽ നിന്നും ഒരു കാർ അയക്കാം. പാർവതി ഇനി അതിൽ വന്നാൽ മതി. ആ, മെഡിസിൻസ് എല്ലാം കിട്ടിയോ? ആ, കിട്ടി ഡോക്ടർ. റീത്ത സിസ്റ്ററിന്റെ അടുത്ത് പാർവതിയുടെ നമ്പർ കൊടുത്തോളൂ. ഓക്കെ ഡോക്ടർ. ശരി മോളെ. പോവാം.
പാർവതി, ഈ അവസ്ഥയിൽ താൻ ഹോസ്റ്റലിലേക്ക് പോയാ താൻ ആരാ നോക്കുക? ഇപ്പോഴേ അവിടുത്തെ ഫുഡ് കഴിച്ച് തനിക്ക് വയ്യാണ്ടായി. ഇനി അങ്ങോട്ട് എന്തിനാ പോകുന്ന? നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വാ. ഞാൻ ഡാഡിയോട് സംസാരിച്ചോളാം. വീട്ടില് സെർവൻസ് ഒക്കെ ഉണ്ടല്ലോ, അവര് നിന്റെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കിക്കോളും. നല്ല ഹെൽത്തിയായ ഫുഡും ഉണ്ടാക്കി തരും. അതൊന്നും വേണ്ട സർ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ സൂക്ഷിച്ചോളാം സാർ. എന്നെ ഒന്ന് ഹോസ്റ്റൽ വരെ കൊണ്ടാക്കി തന്നാൽ മതി. ശരി, വാ. ഇല്ല, എന്റെ ഷിഫ്റ്റ് ഇപ്പോഴാ തീർന്നത്. ഞാൻ അരമണിക്കൂറിലെത്തും. ശരി. ഡോക്ടർ, എന്താ പ്രിയ? പാറു ഡോക്ടറിനെ കണ്ടതിന് ശേഷം ആളാകെ മാറി. അവൾ എന്നെ കാണാതെ ഒഴിഞ്ഞു മാറി നടക്കുക. ഞാൻ ഫോൺ ചെയ്താ എടുക്കുന്നത് പോലുമില്ല. അവൾക്ക് എന്താ പറ്റിയെന്ന് നഴ്സിനോട് ചോദിച്ചെങ്കിലും അത് പാറുവിനോട് ചോദിക്കാൻ പറഞ്ഞ് അവരെന്നെ തിരിച്ചു വിട്ടു. അവൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഡോക്ടർ. ഡോക്ടർ, ദയവ് ചെയ്ത് അവൾക്ക് എന്താ പ്രശ്നമെന്ന് ഒന്ന് പറയ്. തന്റെ രോഗവിവരം ആരോടൊക്കെ പങ്കുവെക്കണമെന്നുള്ളത് രോഗിയുടെ മാത്രം തീരുമാനമാണ്. പാർവതി നിങ്ങളോടത് പറയാൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, പാർവതിക്ക് ശാരീരികമായി വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മാനസികമായി പാർവതി തകർന്നിരിക്കുക. മാനസികമായിട്ട് തകരാൻ മാത്രം എന്ത് പ്രശ്നം അവൾക്കുള്ളത്? അത് നിങ്ങൾ തന്നെ പാർവതിയോട് സ്നേഹത്തോടെ ചോദിച്ച് മനസ്സിലാക്കണം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് വിശ്വാസമാണ്. പാർവതിക്ക് ആ വിശ്വാസമാണ് നഷ്ടപ്പെട്ടത്. പാർവതി ഒരുപാട് വിശ്വസിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടാവുമ്പോ അവള് സുരക്ഷിതയായിട്ട് ഫീൽ ചെയ്യും. എന്നാ മാത്രമേ അവളുടെ പ്രശ്നങ്ങള് അവള് പങ്കുവെക്കൂ. ആ വിശ്വാസം അവൾക്ക് കൊടുക്കാൻ പ്രിയനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. നിങ്ങൾ തമ്മിലുള്ള കല്യാണം അധികം വൈകാതെ നടത്തുന്നതാ നല്ലത്. കല്യാണം കഴിഞ്ഞ പാറുവിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നാ എനിക്ക് തോന്നുന്നത്. അത് വൈകുന്തോറും കാര്യങ്ങൾ കൈവിട്ടു പോകും. അവളുടെ ഇപ്പോഴുള്ള അവസ്ഥയും ഞങ്ങളുടെ കല്യാണവും തമ്മില് എന്താ ഡോക്ടർ ബന്ധം? അത് പിന്നെ കല്യാണം കഴിഞ്ഞ ഏതൊരു പെൺകുട്ടിയും ഭർത്താവിനെ കൂടുതൽ വിശ്വസിക്കില്ലേ? അവൾ എല്ലാ പ്രശ്നങ്ങളും ധൈര്യത്തോടെ ഭർത്താവിനോട് പറയും. പാറുവിന്റെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ പ്രിയന് ഈ ഒരു വഴിയാണുള്ളത്. അവൾക്ക് എന്റെ മീതെയുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഡോക്ടർ.